നമ്മളൊരു കർഷകനെ പരിചയപ്പെടാൻ പോവുകയാണ്. വിദേശത്തുണ്ടായ അപകടത്തെ തുടർന്ന് വലതുകാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയായ ഹമീദ് കുട്ടി. അദ്ദേഹം എല്ലാം മറന്ന് ജീവിക്കാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് കൃഷി. അരയ്ക്ക് താഴോട്ട് പൂർണ്ണമായും തളർന്നു പോയ ഹമീദ് ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി അതിനുശേഷമാണ് ഒന്ന് നടക്കാൻ തുടങ്ങിയത്. ഇന്ന് 2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന നല്ല ഒന്നാന്തരം കർഷകൻ കൂടിയാണ് നമ്മുടെ ഹമീദ് ക. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത് ഒരു 19 വർഷം മുമ്പ് ഞാൻ വിദേശത്തായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഉണ്ടായ ഒരു സംഭവമാണിത്. പെട്ടെന്നൊരു ഇത് തളർച്ച പോലെ ഉണ്ടായി. കാലിന് മാരയ്ക്ക് അടിവശം കൊണ്ട് കംപ്ലീറ്റ് തളർന്നു പോയി. ഒമാനിലെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെയ്തു, ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് നോക്കിയിട്ടും പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പ്രയാസമാണ്, പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുപോകണം. പ്ലെയിനിലൊക്കെ വന്നാൽ കിടത്തിക്കിട്ടോ നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് 2-3 വർഷം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു വലതുകാലം അങ്ങ് റിക്കവറായി. വലതുകാലം അന്നേരം ഈ ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ഇതുപോലുള്ള വെപ്പുകാല് വെച്ചിട്ട് നടക്കുക, നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 16 വർഷമായിട്ട് ഞാൻ നിരന്തര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. 19 വർഷം മുൻപുണ്ടായ അപകടം ഹമീദ് കുട്ടിയുടെ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സ് തളർന്നില്ല. പരിമിതികൾ പാകപ്പെടുത്തിയ മനുഷ്യൻ ഇന്ന് 2 ഏക്കറിൽ പൊന്നു വിളയിച്ചു. കൃഷി അതൊന്ന് നടന്ന് എൻ്റെയൊക്കെ ഈ മടനയും വെണ്ടയും പാവയ്ക്കായും ഒക്കെ പൂത്ത് നിൽക്കുന്ന വേറെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. എൻ്റെ കൃഷി കാണുമ്പോഴും വാട കൊലച്ചോ അല്ലെങ്കിൽ മറ്റേ കൃഷി പച്ചക്കറികൾ പൂവിട്ടോ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നേരത്തെ എനിക്ക് ഭയങ്കര കൃഷിയായിരുന്നു. എടുക്കാൻ കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ കപ്പ 12,000 മൂട് കപ്പയുണ്ട്, ഒരു 20-20 മൂട് വാഴയുണ്ട്, ഏത്തവാഴയും ഉൾപ്പെടെ ഈ ചേമ്പും കൃഷിയും എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ കൊണ്ടുപോകുന്നത് തന്നെ. ചെറിയ കൃഷികളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ കൊല്ല ഇങ്ങനെയുള്ള ചെറിയ ചേമ്പ്, ചേന, കാച്ചിൽ ഇങ്ങനെയുള്ള ചെറിയ കൃഷിയെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഇതുപോലെ ചേട്ടൻ പക്ഷേ ആയുധം വേണം, കയ്യിലൊരു സപ്പോർട്ട് വേണം. വളമിടിയിലും തടമൊരുക്കലും കാട് തെളിക്കലും എല്ലാം ഹമീദ് തന്നെ. പണി കൂടുതലുണ്ടെങ്കിൽ ഒരു സഹായിയെ ഒപ്പം കൂട്ടും. എന്തിനും ഭാര്യ സിൽസ കൂടെയുണ്ട്. സുഖമില്ലാതെ 2-3 കൊല്ലം കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൃഷിക്കൊന്ന് ഇറക്കി, മാനസികമായിട്ട് നന്മയ്ക്ക് നല്ലതിനു വേണ്ടി. പക്ഷേ ഇത്രയും പുരോഗമിക്കുന്നൊന്നും ഓർത്തില്ല. ഞങ്ങളുടെ ഉപജീവനമാർഗമായിട്ട് ഞങ്ങളിത് കണ്ടെടുത്തു. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത് കൊണ്ട് കൊടുക്കും. വിളകളെടുക്കുമ്പോൾ ഞാനെല്ലാം എടുത്തുകൊണ്ട് വണ്ടിയുടെ അടുത്ത് വെച്ച് കൊടുക്കും. ഒരുക്കി എല്ലാം വണ്ടിയുടെ അടുത്ത് കൊണ്ട് വെച്ച് കൊടുക്കും. പിന്നെ എല്ലാ ഹെൽപ്പും എന്നെ കഴിവത് ചെയ്തു കൊടുക്കും. കൃഷി സ്ഥലത്ത് കൂടുതൽ സമയം, അതുകൊണ്ട് മാനസികമായി നല്ല സംതൃപ്തിയുണ്ട്. ഭാര്യ സഹോദരന്റെ ഭൂമിയിലാണ് കൃഷി. നട്ടലിലെ പരിക്ക് കാരണം അരമണിക്കൂർ ജോലി ചെയ്താൽ അല്പം വിശ്രമിക്കും. വലതുകൈയിൽ ഊന്നുവടിയും ഇടതുകൈയിൽ തൂമ്പയും ഉണ്ടാകും. വിളവ് മുച്ചക്രവാഹനത്തിൽ ഹമീദ് തന്നെ മാർക്കറ്റുകളിൽ എത്തിക്കും. ലക്ഷ്യം ലാഭമേ അല്ല. ഹമീദിന് കൃഷി തളരുമ്പോൾ കരുത്തു പകരുന്ന, ഒരിക്കലും വറ്റാത്ത ഉണർവിൻ്റെ ഉറവിടമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി തോന്നുന്നെങ്കിൽ ഹമീദേട്ടനെ ഓർത്താൽ മതി. പ്രതിസന്ധികളെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് അദ്ദേഹം. ആത്മവിശ്വാസത്തിൻ്റെ വിളയിടത്തിൽ നിന്നും ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.